ഫ്രണ്ട്സ് എല്ലാവരും പെട്ടിരിക്കുകയാണ് അല്ലേ വീട്ടിൽ. ഞാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പം ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ, അതായത് ഹോം മെയ്ഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ ബോട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഫ്ലവർ ബോട്ടിൽ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതാണോ ചാർട്ട് പേപ്പർ വീട്ടിലില്ലെങ്കിൽ വൈറ്റ് കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് നമുക്കൊരു കുപ്പി വേണം. ഞാനിപ്പോൾ ഒരു പഴയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെയിൻറ്റ് വേണം. അതായത് നമുക്ക് ഇതിൻ്റെ കുപ്പിയുടെ മേളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ലൈറ്റായിട്ട് മതിയാവും. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി. അതായത് നമ്മുടെ വീട്ടിൽ കാണും കാപ്പിപ്പൊടി, നമുക്ക് കുറച്ച് വേണം. അതിന് വെള്ളം, വാട്ടർ. ഓക്കെ, നമുക്ക് ഈ കുപ്പി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുറച്ച് ഒന്ന് ഉണങ്ങി വരണം. ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് കാപ്പിപ്പൊടി വേണം. അത് നമുക്ക് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യണം നോക്കാം. ഓക്കെ, നമുക്കിനി ആവശ്യം എന്ന് വെച്ചാൽ ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിന് നമ്മൾ ചെറുതായിട്ട് കീറിയെടുക്കണം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് ചാർട്ട് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പിന്നെ മിക്സ് ചെയ്ത് വെച്ച ആ കാപ്പിപ്പൊടിയിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അതങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ കുതിർത്ത് കഴിഞ്ഞു. അതായത് നമ്മൾ ചാർട്ട് പേപ്പർ കാപ്പിപ്പൊടിയായിട്ട് കുതിർത്ത് ഇങ്ങനെ വെച്ചിരിക്കണം. അതൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. കാരണം നന്നായിട്ട് അതൊന്ന് പിടിച്ച് വരണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഉണക്കി എടുക്കണം. അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തീയിൽ വെച്ചൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇതേമാതിരി ആക്കിയെടുക്കണം. ബോർഡർ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പം ഇത് കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേകൾ ഭാഗം, അതായത് ആ അടപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു നൂല് കെട്ടി ഒരു കാണാൻ ഒരു ലുക്കിന് നമുക്ക് ചെയ്യാം. അതെങ്ങനെ നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് വാർണിഷ് ഒന്ന് അടിച്ചെടുക്കാം. വാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് വരും. അതുകൊണ്ടാണ്. ശരി, നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ നൽകണം. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ കാണും. ഓക്കെ, ബൈ.